അതെ, ബിരിയാണികളിൽ തന്നെ എന്തൊക്കെ ടൈപ്പ് ബിരിയാണികളാണുള്ളതല്ലേ? തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി, അങ്ങനെ തന്നെ പല ബിരിയാണി. എന്നാ പിടിച്ചു നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ 2-3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുമാതിരി വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തേക്ക് ചിക്കൻ പീസും കുറച്ച് ഉപ്പും 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞു ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് സവാളയും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി മസാലയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്ത് നമ്മുടെ അടിപൊളി മസാല റെഡിയാക്കി എടുക്കാം. ഇനി റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിനകത്തേക്ക് നെയ്യ് ഒഴിക്കുക. ഇതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇടാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി അത് തിളച്ച് വരുമ്പം റൈസ് ഇട്ടതാ ഇതുമാതിരി വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ തന്നെ ദമ്മിടൽ. അപ്പം നന്നായിട്ട് ദം ചെയ്ത് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി. ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല, പക്ഷെ അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക കേട്ടോ.